കലയുടെ ഒരു വലിയ സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. പക്ഷെ നമുക്കൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി അങ്ങോട്ടുള്ള കാലത്ത് നമ്മുടെ കലയെ നയിക്കേണ്ട കുറേ പ്രതിഭകൾ അതുമായിട്ടാ പരിചയപ്പെടുത്തവരെ. എൻ്റെ ദിവിഷേ, പഞ്ചവാദ്യം എന്ന് പറയുമ്പോൾ പണ്ട് ONV പറഞ്ഞിട്ടുണ്ട്, ഇലത്താളം തിമില മദ്ദളമിടക്കയും ചേർന്നു പാട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനപ്പുറത്ത് ഇവരെല്ലോ നാളത്തെ ചേകോന്മാരെ, ഇവരെല്ലോ അംഗം ജയിക്കേണ്ടവരെ എന്ന് പറഞ്ഞിട്ട് പഞ്ചവാദ്യത്തിലൊരു പെരിങ്ങോടം പെരുമയുണ്ട്. സംസ്ഥാന സ്കൂൾ കലോത്സവം. പക്ഷേ നോർമലായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സ്കൂളിൻ്റെ ബഹളത്തിനിടയിലായിരുന്നു. എങ്ങനെയുണ്ട്? 40 കൊല്ലം മുമ്പാണ് ചന്ദ്രൻ മാഷ്, പെരിങ്ങോട് ചന്ദ്രൻ 80-ല് 45 കൊല്ലം മുമ്പാണ് ആദ്യമായിട്ട് സ്റ്റേറ്റ് കലോത്സവം വന്നത്. അനന്തൻ, പുതിയ നമ്മുടെ പിള്ളേര്, ചെക്കന്മാര് പൊളിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന പിള്ളേരുണ്ട്. രഞ്ജിത്ത്, ജിത്തു, ഇവരൊക്കെ എല്ലാവരും, അരുണും ഒക്കെ ഓരോരോ വർഷങ്ങളിൽ ഓരോരുത്തരായിട്ട് പഞ്ചവാദ്യത്തിനെ കൊട്ടിക്കേറിയിട്ട് ആൾക്കാരാണ്. ആദ്യം നമുക്ക് തുടങ്ങാം മാഷെ. ഈ പിള്ളേരുടെ അംബീഷൻ എന്ന് പറയുന്നത് തൃശ്ശൂർ പൂരത്തിനെ കൊട്ടാന്നുള്ളതാണ് അല്ലേ? മാഷ് കണിമംഗലത്ത് വന്നിട്ടുണ്ട്, ലാലൂര് വന്നിട്ടുണ്ട്, പ്രമാണിയുണ്ട്. ജീവിതത്തിൽ ഏറ്റവും വലിയൊരു മഹാഭാഗ്യം ഉണ്ടാവും തൃശ്ശൂർ പൂരത്തിന് അംഗമാവുന്നതാണ്. പ്രത്യേകിച്ച് ഒരു കലാകാരൻ്റെ അവസ്ഥ ഒരു തൃശ്ശൂർ പൂരത്തിനും ഏത് ചെറിയ പൂരത്തിനും വലിയ പൂരത്തിനും ഘടകാക്ഷി പൂരത്തിനും കൊട്ടാൻ വരിക എന്നുള്ള ജീവിതത്തിൽ വലിയ മഹാഭാഗ്യമാണ്. എനിക്കിതിലെങ്കിലും ഭാഗ്യം ഉണ്ടായിട്ടില്ല. പക്ഷേ ലാലൂര് കണിമംഗലം സംസ്ഥാന പഞ്ചായത്തിന് ശിഷ്യന്മാര് കുറെ പേര് കൊണ്ടുണ്ട്, ശിഷ്യന്മാർ കൊട്ടുണ്ട്, കൂട്ടുകാരന്മാർ തൃശ്ശൂർ പൂരത്തിൽ കൊട്ടുണ്ട്. പെരിങ്ങോട്ടുകാർ പെരിങ്ങോട് ഉണ്ണികൃഷ്ണൻ, അതൊരു നന്ദകുമാരൻ, കുട്ടിനാരാണ് ഒക്കെ പെരിങ്ങോട് സ്കൂളിലെ ആ കളയിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുണ്ട്. അവരിപ്പോൾ തൃശ്ശൂർ പൂരത്തിന്റെ മെയിൻ മദ്ദളക്കാരെ കൂട്ടുന്നുണ്ട്. ഞാനേ ഇനിയിപ്പോ ഇവരെ സീനിയോറിറ്റിക്ക് വിട്ടിട്ട് ഞാൻ നേരെ നമ്മുടെ ചെക്കൻ്റെ അടുത്തേക്ക് പോകാൻ. എന്താ ആനന്ദന്റെ ഒരു ഏറ്റവും വലിയ സ്വപ്നം എന്തിട്ടാണ്? എന്നാലും പൂരത്തിന് കൊട്ടണം അല്ലേ? തൃശ്ശൂർ പൂരത്തിന് കൊട്ടണം എന്നുള്ളതാണ് ഇവരുടെയൊക്കെ സ്വപ്നം. ആ സ്വപ്നത്തിനൊപ്പം വടക്കുന്നാഥൻ അനുഗ്രഹിക്കട്ടെ. തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇവരല്ലോ നാളത്തെ ചേകോന്മാര്, ഇവരല്ലോ അംഗം ജയിക്കേണ്ടവരെ. ദിവിഷേ, അതെ, തീർച്ചയായും. ഇപ്പൊ